ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ഡേയ്സ് 111ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ, മാനിഫെസ്റ്റ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ശരിയായിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് മുന്നേ ആയിട്ട് അത് റിലേറ്റ് ചെയ്യുന്ന പല വ്യക്തമായ സൂചനകളും ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. നമ്മൾ പലരും അതൊന്നും നോട്ടീസ് ചെയ്യാതെ മിസ് ചെയ്ത് പോകാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ മീനിങ് മനസ്സിലാകാതെയും പോകാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള സൈനുകളും അതൊക്കെ കാണുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നതും എന്നൊക്കെ ഒന്ന് നോക്കാം. അതിലൂടെ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ് എന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ എനിക്കും പേഴ്സണലി മാനിഫെസ്റ്റേഷൻ ജേണിയിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാടധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ മുതൽക്കൂട്ടായിട്ടുള്ള കുറച്ച് സൈനുകളും കൂടിയാണ് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ ജേണിയിലായിക്കൊള്ളട്ടെ, ഹീലിംഗ് ജേണിയിലായിക്കൊള്ളട്ടെ, പലർക്കും ഇതൊക്കെ കോമൺ ആയിട്ട് ഫീൽ ചെയ്യാറുള്ള പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇത് പലർക്കും റിലേറ്റ് ചെയ്യാനും സാധിക്കും. സോ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം. കാരണം അവസാനത്തെ ആ ഒരു സൈനാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സൈൻ, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു സൈൻ. അപ്പം ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു ഇന്നർ കാമാണ്. മുമ്പ് നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോൾ കൂടുതൽ ഓവർ തിങ്കിങ്ങിലേക്കോ ടെൻഷനിലേക്കോ പേടിയിലേക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെ നമ്മൾ വളരെ സമാധാനത്തോടെ ഹാൻഡിൽ ചെയ്യാനും വലിയ ഡെസ്പറേഷൻ ഫീൽ ചെയ്യാതെ അതിനെ നോക്കിക്കാണാനും തുടങ്ങും. പെട്ടെന്ന് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തും. ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നത് എപ്പോഴും ഔട്ട്സൈഡ് ചേഞ്ചസിലല്ല, ഇന്നർ ഷിഫ്റ്റിലാണ്. മനസ്സിൽ പ്രതിരോധം കുറയുമ്പോൾ നമുക്ക് ഇമോഷണൽ പ്രഷർ കുറയുകയും അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടുന്നൊരു വൈബ്രേഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് സൈൻസ്, സിങ്ക്രോണിസിറ്റി എന്നൊക്കെ പറയും. ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ചില കാര്യങ്ങൾ ഒരു റിമൈൻഡർ പോലെ നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് നമ്മളുടെ മുന്നിലേക്ക് വരും. ചില നമ്പറുകളായിട്ടായിരിക്കാം, ചില വാക്കുകളായിട്ടായിരിക്കാം, ചില സീനുകളായിരിക്കാം. അങ്ങനെ നമ്മളുടെ ആഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന് ഒരു പോസിറ്റീവ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനൊരു ആൻസർ എന്ന പോലെ, ഒരു ക്ലാരിറ്റി എന്ന പോലെ പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതെന്ത് അത്ഭുതമാണ്, അല്ലെങ്കിൽ ഇത് വല്ല മാജിക്കും ആണോ എന്നൊക്കെ തോന്നാം അല്ലേ. പക്ഷെ അതങ്ങനെയൊന്നുമല്ല. നമ്മളുടെ മൈൻഡിൽ നമ്മളൊരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഫോക്കസ് ആകുമ്പോൾ പണ്ട് നമ്മൾ കാണാതെ പോയ പല കാര്യങ്ങളും നമ്മൾ ഇവിടെ നോട്ടീസ് ചെയ്യുകയാണ്. അതൊരു പക്ഷേ നമ്പേഴ്സുകളായിട്ടായിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സമാനമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആകാം. ചിലപ്പോൾ ഈ കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ചിലപ്പോൾ അത് നമുക്ക് വളരെ മീനിങ് ഫുള്ളായിട്ടും തോന്നാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗൈഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് ഈ ഒരു ജേണിയിൽ എപ്പോഴും ചില നമ്പേഴ്സുകൾ എന്നെ ഗൈഡ് ചെയ്യുന്നതായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി 111 എൻ്റെ ചാനലിൻ്റെ പേരിൽ ഞാൻ കൊടുത്തിട്ടുള്ളൊരു നമ്പറാണത്. അതുപോലെ 777, 1111 അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്പറുകൾ പലപ്പോഴും എനിക്കൊരു ക്ലാരിറ്റി തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ മൂന്നാമത്തെ കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള ചില ഓൾഡ് ഇമോഷൻസിനെ സർഫസ് ചെയ്യുന്നത്. ഇത് പലർക്കും കൺഫ്യൂഷനും ഉണ്ടാക്കാറുണ്ട്. ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു സൈനാണോ എന്ന്. കാരണം നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് ആകണം എന്നല്ലേ. എന്നാൽ പഴയ ഓർമ്മകളോ പേടിയോ അല്ലെങ്കിൽ സങ്കടങ്ങളോ പെട്ടെന്ന് നമ്മളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടൊരു ഫീല്, ഇതൊരു തോൽവിയുടെ സൈനാണോ എന്നൊക്കെ നമുക്ക് തോന്നും. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതെന്ന്. മെയിൻലി നമ്മൾ ഹീലിംഗ് ജേണിയിലായിരിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തെയൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിനെയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാനൊക്കെയുള്ള നല്ലൊരു ഹീലിംഗ് ജേണിയിലേക്ക് കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ പഴയ എല്ലാ ട്രോമകളും, പഴയതായിട്ടുള്ള എല്ലാ ഇൻസെക്യൂരിറ്റീസുകളും നമ്മൾ ഫീൽ ചെയ്യുകയും അതിലൂടെയൊക്കെ കുറച്ചുകൂടെ ഒരു വേദനയിൽ നമ്മൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ
നല്ലൊരു ബെറ്റർ വേർഷനിലേക്കോ ആണെങ്കിൽ മുമ്പ് നമ്മൾക്കുണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള, ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മുമ്പുണ്ടായ ഒരു ബാഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബെറ്റർ വേർഷനിലേക്ക് പോകുമ്പോൾ മുമ്പ് നമുക്കുണ്ടായിരുന്ന പോരായ്മകൾ ഒക്കെ നമ്മളിലേക്ക് ഇങ്ങനെ തികട്ടി വരും. പക്ഷേ അതൊരു ബ്രേക്ക് ഡൗൺ അല്ല. ചിലപ്പോഴൊക്കെ ഈ ഒരു ബ്രേക്ക് ഡൗൺ ആകുന്ന തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഒരു ബ്രേക്ക് ത്രൂവിൻ്റെ തുടക്കം. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. കാരണം അത് നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ അത് ഫീൽ ചെയ്ത് തന്നെ അതിനെ നമുക്ക് ഹീൽ ചെയ്ത് വിടാൻ പറ്റുള്ളൂ. ഇനി പറയുന്ന 4ാമത്തെ സൈൻ പലർക്കും ഇതെൻ്റെ ലൈഫിൽ നടക്കുകയാണല്ലോ എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചില പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ, നല്ല നല്ല മാറ്റങ്ങൾ ലൈഫിൽ വരുന്നത് ഒരു ഷിഫ്റ്റ് പോലെ. അതായത് വലിയ റിസൾട്ടുകൾ വലിയ ലക്ഷ്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നല്ല നല്ല ചെറിയ ചെറിയ ചേഞ്ചസുകൾ ലൈഫിൽ വരുന്നത് നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ, ചില ശരിയായ ആളുകളെ, ചില ശരിയായ ബന്ധങ്ങളെ, നല്ല നല്ല കണക്ഷൻസുകൾ, അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാനുള്ള ചില കച്ചിത്തുരുമ്പുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഓക്കെ ഇതൊരു നല്ലൊരു കാര്യമാണ്, ഇതെൻ്റെ സമയം, നല്ല ടൈം എന്നിലേക്ക് വരുന്നു, അല്ലേ, നേരായ വഴിയിലാണ് ഞാൻ പോകുന്നത്, അല്ലേ, തടസ്സങ്ങളൊക്കെ മാറുകയാണ് എന്നൊരു ഫീല് വരും. അതൊരു സൈൻ. ഇനി 5ാമത്തേതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യുക. നമ്മുടെ ഉള്ളിൽ നിന്നൊരു വെളിപാട്, ഒരു ഡിവൈൻ ഗൈഡൻസ്, മനസ്സിൽ നിന്ന് ആരോ ഇത് ചെയ്യൂ അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട എന്നിങ്ങനെ ഒരു ക്ലാരിറ്റിയിൽ പറയുന്നതായിട്ട് ഒരു ഫീലിങ്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരു സ്ട്രോങ് സൈനാണ്. കാരണം നമ്മളൊരു ശരിയായ മാനിഫെസ്റ്റേഷൻ ജേർണിയിലാണെങ്കിൽ ഈ ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് ഗ്രാജുവലി സ്ട്രോങ് ആയിട്ട് വരും. നമ്മൾക്ക് മറ്റൊരാളുടെ സജഷൻ തന്നെ വേണം എന്നില്ല, നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യും ഇത് തന്നെയാണ് ശരി അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഇതിലേക്ക് പോകണ്ട എന്ന്. അപ്പം അത് ഒരു സൈനാണ്. 6ാമത്തത് ഡിറ്റാച്ച്മെൻ്റ് ആണ്. അതായത് നമ്മൾ പലപ്പോഴും റിസൾട്ടിനെ കുറിച്ച് ഒബ്സഷൻ ഉണ്ടായിരുന്നവരാണ്, അല്ലേ. വല്ലാത്തൊരു ധൃതി കാണിക്കുക, റിസൾട്ട് അത് നടക്കുന്നില്ലല്ലോ, ഇനി അതെപ്പോൾ നടക്കും, അഥവാ ഒരു തവണ നടന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ഡെസ്പായി പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ പോകെ നമ്മൾ അതിൻ്റെ അതിൻ്റെ പെർഫെക്റ്റ് ടൈമിൽ നടക്കട്ടെ, എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യും എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊരു ഗിവിങ് അപ്പ് ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്നും അകന്നു പോകുന്നതല്ല. ബട്ട് നമ്മളുടെ ആ ഒരു വിശ്വാസം, നമുക്ക് നമ്മളോടുള്ള വിശ്വാസവും യൂണിവേഴ്സിനോടുള്ള വിശ്വാസവും ഒക്കെ കൂടി വരുന്നതിൻ്റെ ഒരു സൈനാണിത്. നമ്മളുടെ ഒരു മൈൻഡ് അത് ലൈറ്റർ ആക്കുകയും നമ്മളുടെ വൈബ്രേഷനിൽ നിന്നും ഹയർ വൈബ്രേഷനിലേക്ക് പോവുകയുമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ഒബ്സ്റ്റക്കിൾസ്. നിങ്ങൾക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾ വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ചില തടസ്സങ്ങൾ ഉണ്ടാകും, അല്ലേ. ഇതും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. സത്യത്തിൽ മാനിഫെസ്റ്റേഷന് അടുത്ത് വരുമ്പോൾ ലൈഫ് കുറച്ച് മെസ്സിയാകും. ഒരു ഡിലേയോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺ ഒക്കെ നമുക്കുണ്ടാകും. ഇതൊരു നെഗറ്റീവ് സൈൻ അല്ല, പകരം ലൈഫ് ആ ഒരു ലക്ഷ്യത്തെ സ്വീകരിക്കാൻ വേണ്ടി റീഅറേഞ്ച് ചെയ്യുകയാണ്. അത് ഒരു നല്ല സൈൻ തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം അടുത്തൊരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടോപ്പിക്ക് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ലൈഫിൽ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ നമ്മൾ തന്നെ എത്തിപ്പെടുക, അല്ലെങ്കിൽ ആളുകൾ, അതിന് സമാനമായ ആളുകളും അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളോ ഒക്കെ നമ്മൾ കാണേണ്ടി വരിക, നമുക്ക് അറിയേണ്ടി വരിക ഒക്കെ വരിക. അതല്ലെങ്കിൽ സെയിം ഐഡിയാസ് അല്ലെങ്കിൽ അതേപോലെയുള്ള വ്യക്തികളെയൊക്കെ ഇപ്പം നമ്മളൊരു ഇന്ന ആളായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതുപോലെയുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടേണ്ടി വരിക, അല്ലെങ്കിൽ അവരുടെ ലൈഫൊക്കെ ഒന്ന് നോക്കിക്കാണാനുള്ള അവസരം കിട്ടുക. ഇപ്പം നിങ്ങളൊരു കാറ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സെയിം അതേ കാർ, അതേ കളറൊക്കെ നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് പോവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊരു പ്യുവർ ലോ ഓഫ് അട്രാക്ഷനാണ്.
കാരണം മൈൻഡ് ഫോക്കസ്ഡ് ആകുമ്പോൾ വേൾഡ് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു സൈൻ കൂടെയാണത്. ആൻഡ് ഫൈനലി യു ആർ ബിക്കമിങ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഈ ഒരു സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇതൊരു വലിയൊരു സൈൻ തന്നെയാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ റിസൾട്ട് എന്നതിന് അല്ല, ഇത് റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്കുണ്ടായൊരു മാറ്റമാണ്. കാരണം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് മൈൻഡ് സെറ്റുകൾ മാറി നമ്മുടെ ഉള്ളിൽ ഗ്രാജുവലി ഗ്രാറ്റിറ്റ്യൂഡ് വരിക, നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മാറുക, നമുക്ക് എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസം, ഒരു സെൽഫ് ലവ്, ഒരു കാര്യത്തെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണാൻ പഠിക്കുക, ഇതൊക്കെയാണ്. ഒരുപക്ഷെ മാനിഫെസ്റ്റേഷന് മുമ്പ് ലൈഫ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നതാണ് ഇതിൻ്റെ ഒരു മീനിങ് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ആ ഒരു പഴയ വേർഷനിലുള്ള നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ ഹാൻഡിൽ ചെയ്യാൻ ആവില്ലായിരിക്കും. അതുകൊണ്ട് യൂണിവേഴ്സ് നമ്മളെ തന്നെ ചേഞ്ചാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നതും ഇത് തന്നെയാണ്. എനിക്കുണ്ടായ ഒരു മാറ്റം ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഉണ്ടാകുന്ന ഒരു പ്രോഗ്രസ്, നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ബെറ്റർ വേർഷനിലേക്ക് മാറാനുള്ള ഒരു എഫേർട്ട് നമ്മളായിട്ട് തന്നെ എടുക്കാറുണ്ട്. ആ ഒരു പഴയ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ ഒന്നും ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ ലൈഫിനെ നോക്കിക്കാണാൻ പറ്റൂല. ആ ഒരു ഗിഫ്റ്റഡ് സൈനാണ് എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ ബെറ്റർ വേർഷൻ ആവുകയാണെന്ന് നമുക്ക് തന്നെ ഫീലാകും. നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൈൻ കൂടാണിത്. അപ്പം ഈ പറഞ്ഞതിൽ ഏതൊക്കെയാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജേണി മനസ്സിലാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആകും. ബിക്കോസ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫൈനൽ റിസൾട്ട് അല്ല, അത് വലിയൊരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ കൂടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റിൽ പറയണം. അത് ഈ ഒരു ജേണിയിലുള്ള എല്ലാവർക്കും ഉപകാരമാവും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തൊരു സൈൻ ഏതാണെന്നും കൂടെ പറയണേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Till then, stay positive and trust your journey. Thank you so much. Bye-bye.